പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. മുസ്ലിം ലീഗ് ഇപ്പോഴും പറയുന്നത് നോക്കൂ നജ്മ, ഒരു മാറ്റവുമില്ല, പറയാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. നജ്മ നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചാലും ഇന്നും ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചതും അത് തന്നെയാണ്. ഈ മുസ്ലിം ലീഗ് തിരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ ആദർശത്തോടൊപ്പം ഇനിയും മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുന്നു? ഒരു 5 മിനിറ്റോളം നല്ല ചട്ടപ്പെട്ടതായിരുന്നു കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട എ റഹീം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതെ, കുറച്ച് ദിവസങ്ങളായി ഹരിതയുടെ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു സ്ഥിര പ്രാതിനിധ്യമായി കാണുന്നുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. അദ്ദേഹം മുന്നോട്ട് വെച്ച ജനാധിപത്യ ആശയങ്ങളെയൊക്കെ, പുരോഗമന ആശയങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ഓരോ വാക്കുകളെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ജനാധിപത്യ ബോധത്തോടു കൂടി സ്വീകരിക്കുന്നു. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആണധികാരത്തിന്റെ തടവറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്തരത്തിൽ മനോഭാവമാണ് പ്രശ്നം എന്നൊക്കെയുള്ള ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റുകളെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട, ഞാൻ ചിലപ്പോൾ വഷളായി പോകും, ഇരുന്നോളൂ. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹരിതയുടെ വിഷയം ചർച്ചയ്ക്ക് വന്ന ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മനപ്രയാസം എന്ന് പറയുന്നത്, ഹരിതയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം എ റഹീമിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ റീസെന്റ് ആയിക്കൊണ്ട് KTDCയുടെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനക്കയറ്റം കിട്ടിയ PK ശശിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നേ ഇല്ല. താങ്കൾ തിരുത്തലുകളെ കുറിച്ച് ഞാൻ നേരത്തെയും സംസാരിച്ചു. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജസ്റ്റിസ്, നീതി എന്ന ആശയത്തിന് തിരുത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ വളരെ റീസെന്റ് ആയിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മുടെ മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രസ്താവന, അതിനു മുൻപ് വിജയരാഘവന്റെ നിരന്തരമായ പ്രസ്താവനകൾ, ഇത്തരത്തിലുള്ള തികച്ചു സ്ത്രീവിരുദ്ധമായ, ആളുകളെ പൂതന എന്ന് വിളിക്കുന്ന, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ആ പാർട്ടിക്കുള്ളിലുണ്ട്. പിന്നെ നാണക്കെടുത്തി. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, അഡ്രസ് ചെയ്യുകയും തിരുത്തപ്പെടേണ്ടതുമാണ്. അതിൽ അപലപിക്കുകയെങ്കിലും ചെയ്തിട്ട് ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച്, അതിലും അപ്പുറത്തായിക്കൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. അതിനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ട്. അതപ്പോൾ തിരുത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് അതിന് ധാർമ്മികമായ അവകാശമില്ല.